സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ റെഡ് ഫോർട്ടിലുണ്ടായ അതിവിശാലമായ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ലോക ആരാധ്യനായ ലോക ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ നട്ടെല്ലുള്ള ഇന്നേ വരെ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭനായ നമ്മുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി വളരെ ശക്തമായ ഭാഷയിൽ, വളരെ ദൈർഘ്യത്തോടുകൂടി, വളരെ സാധൂകരിച്ച ഭാഷയിൽ കുറച്ച് വാചകങ്ങൾ അവിടെ പറയുകയുണ്ടായി. ആ വാചകങ്ങൾ കേട്ട് ഉള്ള് കിടന്ന് പിടയുന്ന ഇവിടുത്തെ വക്രബുദ്ധി നിറഞ്ഞ, രാജ്യത്തിനെ എങ്ങനെ വഴിതെറ്റിക്കണമെന്ന് ആലോചിച്ച് നടക്കുന്ന ആ കൂട്ടങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ട് വിരളി പൂണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പ്രത്യേക വിഭാഗത്തിനിട്ടിരിക്കുന്ന പേര് ദിമാഗി നക്സൽ. അപ്പോൾ ദിമാഗി നക്സൽ എന്ന് പറഞ്ഞാൽ, ദിമാഗ് എന്ന് പറഞ്ഞ ബുദ്ധിയുള്ള നക്സൽ എന്നാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ അർത്ഥവത്തായ ഒരു വാക്ക് തന്നെയാണ്. കാരണം ഇവിടെ നക്സലിസവുമായി നടക്കുന്ന ഒരുപാട് സംഘടനകളെ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പല സംസ്ഥാന സർക്കാരുകളും വേട്ടയാടി പിടിക്കുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്. മാവോയിസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മൾ പിടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ തോക്കുണ്ട്. തോക്ക് വെച്ചാണ് അവർ ഓരോ സ്ഥലങ്ങളിലും അറ്റാക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ ബുദ്ധിജീവികൾ അത് കണ്ട് അതിൽ അട്രാക്റ്റായിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോയ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലൊരു മധ്യ കേരളത്തിലെ ഒരു ഫാമിലി തന്നെ, അച്ഛനും അമ്മയും വലിയ മാവോയിസ്റ്റുകളാണ്. അവരുടെ മക്കൾ കോളേജിൽ പഠിച്ചിരുന്നു. അവരെ ഇവിടുത്തെ ഇൻ്റലിജൻറ്റ് വിഭാഗം, രഹസ്യാന്വേഷണ വകുപ്പ് അവർ പഠിക്കുമ്പോൾ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ അച്ഛനും അമ്മയും കാരണം ആ കുഞ്ഞുങ്ങൾക്കുണ്ടായ ജീവിതം, ഇപ്പോൾ അവരുടെ ശരിയായ രൂപം എന്താണെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിലും ഇവിടെ നമ്മളത് കുറേ കണ്ടതാണ്. അതുപോലെ തന്നെ JNUവിൽ പഠിച്ചിരുന്ന പല പെൺകുട്ടികൾ, ആൺകുട്ടികളുടെ കഥ അവിടെ നിൽക്കട്ടെ, പെൺകുട്ടികൾ അവിടെ നല്ല ലാംഗ്വേജ് പഠിക്കാൻ, അല്ലാതെ JNUവിൽ പോയിട്ട് വേറെ ഒന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. അവിടെ പറഞ്ഞയക്കുന്നത് നല്ല ലാംഗ്വേജ്, ഹിന്ദി, ഇംഗ്ലീഷ്, കൂട്ടത്തിൽ കുറച്ച് എക്കണോമിക്സും ലാംഗ്വേജൊക്കെ പഠിക്കാൻ വേണ്ടി JNUവിൽ കൊണ്ടു ചേർക്കും. അല്ലാതെ പ്രൊഫഷണലായിട്ട് അവിടെ പ്രത്യേകിച്ച് കോഴ്സൊന്നുമില്ല. അവിടെ ചേർന്നവരൊക്കെ തന്നെ പിന്നീട് 30, 40, 50 വയസ്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് JNUവിന് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ഒരു റൂം സംഘടിപ്പിക്കുക, അവിടെ ക്യാമ്പ് അടിക്കുക, പിന്നെ രാജ്യദ്രോഹ പരിപാടിക്ക് ഇറങ്ങുക എന്നതാണ് ഇന്നേ വരെയുള്ള JNUയുടെ ചരിത്രം. JNUവിൽ നിന്ന് പേരെടുത്ത് രാജ്യസ്നേഹിയായി വന്നവർ വളരെ വിരലിലെണ്ണാവുന്നവർ. ബാക്കി എല്ലാവരെയും എന്തിനാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിദ്യാ കേന്ദ്രം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇനിയും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസംഗം ചെയ്യേണ്ടി വന്നത്. അത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഇടയിൽ. ദിമാഗി നക്സലുകൾ എന്ന് പറഞ്ഞാൽ നക്സലുകളെ കാട്ടിയും അപകടകാരികളാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയല്ല, നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ യഥാർത്ഥ നക്സൽ ആയിട്ട് നടക്കുന്നവർ, അവരുടെ കയ്യിൽ തോക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ കടാരയുണ്ടായിരിക്കും. അതുകൊണ്ട് വന്ന് നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുക. അവരെ അത് മനസ്സിലാക്കി അപ്പം തന്നെ ഒതുക്കുകയും ആ പ്രശ്നം തീർന്നു. പക്ഷേ ദിമാഗി നക്സലുകൾ അങ്ങനെയല്ല. അവർ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ പ്രവൃത്തിയിൽ കൂടി, അവരുടെ പലതരത്തിലുള്ള പ്രവൃത്തിയാണ് അവർ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് അവർ ഉപയോഗിക്കുന്നത് കല ഒരു ഉപാധിയായി ഉപയോഗിക്കും.
അല്ലെങ്കിൽ ഡ്രസ്സിങ് ഒരു ഉപാധിയായി ഉപയോഗിക്കും. വളരെ നല്ല മാന്യ സ്വഭാവം കാണിച്ചിട്ടായിരിക്കും അവർ സമൂഹത്തിൻ്റെ മുന്നിൽ നടക്കുക. അതൊരു ഉപാധിയായിരിക്കും. വേറൊരു ഉപാധിയാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ്, മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള സംഭോഗ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അവസാനത്തെ കണ്ണിയാണ് സെക്സ്. ഈ വക ഉപാധികളോടെ യുവതലമുറയെ അട്രാക്റ്റ് ചെയ്ത് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുകൾ മാത്രമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഇവർ പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ പ്രവർത്തനത്തിൽ ചില വളരെ ഭയാനകമായ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രം എടുക്കാം, നമ്മൾ തെക്കേ ഇന്ത്യയിലും കാണാം, JNUവിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ പരിസരത്തിൽ ഡൽഹിയിൽ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെയൊന്നും പോകേണ്ട, കേരളത്തിൽ തന്നെ നമ്മൾ സമീപകാലത്തെ പല കഥകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 2 കൊല്ലം മുന്നേ വയനാട്ടിലെ ഒരു പ്രൊഫഷണൽ കോളേജിലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ, ഒപ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വളരെ മാരകമായി കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. അത് സാമാന്യ ബുദ്ധിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് അത് ചെയ്യാൻ കഴിയുമോ? സാധാരണ അവരുടെ ഒപ്പം പരസ്പരം പഠിക്കുന്ന കൂട്ടുകാരായ അവർ തന്നെ അവരുടെ ഒപ്പം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മാരകമായി പീഡിപ്പിച്ച് കൊന്നപ്പോൾ കെട്ടിത്തൂക്കി. ഇത് ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറ്റില്ല. അത് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ദിമാഗി നക്സലുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ആര്? അതേ പ്രിൻസിപ്പാളിലെ ഒരു നെഫ്യുവായ, ബന്ധുവായ ഒരുത്തൻ്റെ നേതൃത്വത്തിൽ അവൻ്റെ കൂട്ടുകാരും കൂടി ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ക്രൂരമായിട്ടാണ് ചെയ്തത്. ഭാഗ്യത്തിന് കുട്ടി മരിച്ചുപോയില്ല. ആ കേസിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ബുദ്ധിയുള്ള ആൾക്കത് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ദിമാഗി നക്സലുകൾ എന്ന വാക്ക് നമുക്ക് പ്രയോഗിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ കേരള സംസ്ഥാനത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു പറയുന്നു, നമ്മുടെ എറണാകുളത്തെ കോളേജിൽ പഠിക്കുന്ന SFIക്കാരനായ അഭിമന്യുവിനെ കുത്തിക്കൊന്നു. ആരാണ് കുത്തിക്കൊന്നത്? ഈ ദിമാഗി നക്സലുകൾ. ആരാണ് ജോസഫ് മാഷ കൈവെട്ടിയത്? ഈ ദിമാഗി നക്സലുകൾ. ആരാണ് ജെട്ടി താഴ്ത്തിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വെടിവെച്ച് കൊല്ലുന്നത്? ഈ ദിമാഗി നക്സലുകൾ. ഇത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഇവിടുത്തെ നക്സലുകളായ ചിന്താഗതിയുള്ള ദിമാഗി നക്സലുകൾക്ക് ഉദാഹരണം നിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ് എവിടെയും എത്താതെ ഗതി കിട്ടാതെ രാഷ്ട്രീയത്തിൽ തന്നെ അടുത്ത് വിട്ടുപോകേണ്ടി വരും. രാജ്യസഭയൊന്നും ഇനി കാണുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അവസാനത്തെ ഈ എന്താണ് നമ്മൾ പറയില്ലേ, തീ കെടാരാവുമ്പോൾ ഒരു ആളിക്കത്തൽ, അതാണിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില രാഷ്ട്രീയ നേതാവിൻ്റെ കുപ്പായമണിഞ്ഞ, സത്യത്തിൽ ദിമാഗി നക്സലിൻ്റെ പ്രസ്താവനയുമായി നടക്കുന്ന ഇത്തരം ആൾക്കാർ കേരളത്തിൽ തന്നെ നമുക്ക് എത്ര കാര്യങ്ങളുണ്ട്. ഡൽഹിയിലുള്ള സംഭവങ്ങൾക്ക് ഇവർക്ക് ദിവസവും ആലോചനകൾ, എങ്ങനെ സമരം ചെയ്യണം, അവിടെ എന്ത് പിത്തനുണ്ടാക്കണം, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കണം, രാജ്യത്തിനെതിരായി എന്തൊക്കെ ചെയ്യണം. ഇവരുടെ പലരുടെയും പല നേതാക്കളുടെയും പ്രസംഗങ്ങൾ ഇപ്പോഴും നമുക്ക് യൂട്യൂബിലും പലതിലും കിട്ടും. ഇവിടെ പൗരത്വ ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇതൊക്കെ ദിമാഗി നക്സലുകളല്ലേ? സത്യത്തിൽ പൗരത്വ ബില്ല് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്രസംഗിച്ചു നടന്നു. അത് മുസ്ലിമിനെ പേടികാട്ടി. എന്താ പേടികാട്ടിയത്? എല്ലാവരും പെട്ടിയൊക്കെ റെഡിയാക്കിയിരുന്നു നാടുവിടാൻ. നിങ്ങളുടെ പൗരത്വം കളയുകയാണ്. നോക്കിയേ, ഒരു സമൂഹത്തിൽ കോലാഹലമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ ഓപ്പണായി പ്രസംഗിക്കുകയാണ്. എന്നിട്ട് ഈ പാവപ്പെട്ട ഈ വിഭാഗം, മതവിഭാഗം റോട്ടിലിറങ്ങി ഇവരുടെ വാക്ക് കേട്ടിട്ട് കലാപത്തിനിറങ്ങി. മംഗലാപുരത്താണ് ആദ്യത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. വെടിവെപ്പുണ്ടായി, വെടികൊണ്ട് മരിച്ചു. ഡൽഹിയിലുണ്ടായി, UPയിലുണ്ടായി. അങ്ങനെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും പൗരത്വ ബില്ലിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ വലിയ തരത്തിൽ കലാപം ഉണ്ടാകാൻ ഈ ദിമാഗി നക്സലുകൾ ഓടി നടന്നു. 100-100 പേർ പാവങ്ങളായ ആ
മനുഷ്യർ വെടികൊണ്ട് മരിച്ചു. ഈ ദിമാഗി നക്സലുകൾ ആരും തന്നെ മുന്നിൽ വന്നില്ല, വെടികൊണ്ടില്ല. അവർ മാളത്തിൽ ഒളിച്ചിരുന്ന് ഈ പണി പറ്റിച്ചു. ഇതിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ദിമാഗി നക്സലുകൾ എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അദ്ദേഹം ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്. തുക്കടെ തുക്കടെ ഗ്യാങ്, ആന്തോളൻ ജീവി, തുടങ്ങി അദ്ദേഹം പിന്നെ ഒരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞത് ഗാൻ മാർക്കറ്റ് ഗ്യാങ്. ഇങ്ങനെ 3 തരം വാക്കുകൾ പല സന്ദർഭങ്ങളിലായി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അദ്ദേഹം ചില ഗ്യാങ്ങുകളെ, ചില കൂട്ടങ്ങളുമായിട്ടാണ് ഉദാഹരണം ആയി നിരത്തിയിരിക്കുന്നത്. ഗാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായത്തിനെ ഇളക്കി വിടാൻ, അതായത് ഈ പൗരത്വ ബില്ലിൽ അത് തന്നെയാണ് ഒരു പരിധി വരെ. അതായത് ഇവർ വൈകുന്നേരങ്ങളിൽ സ്റ്റാർ ഹോട്ടലുകളിൽ ഇരുന്ന് മയക്കുമരുന്ന് അടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നാളെ ഈ മുസ്ലിം സമുദായത്തെ ഇളക്കി വിടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് അവർ കാലങ്ങളായി ഇവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ആ സമയത്ത് ഗാൻ മാർക്കറ്റ് ഗ്യാങ് എന്ന് പറഞ്ഞത്. ആന്തോളാൻ ജീവി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുക, അല്ലാതെ ഭരണകക്ഷി, അതായത് ജനാധിപത്യ രീതിയിൽ ഭരണം നടത്തുന്ന കക്ഷിയുമായിട്ട് അവർ നടപ്പാക്കുന്ന പദ്ധതികളുമായിട്ട് ചർച്ചയിൽ, സമാധാനപരമായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത്, ചിലപ്പോൾ അവർ പറയുന്ന ആ പദ്ധതിയിൽ ചില പോരായ്മകളുണ്ടായിരിക്കാം, അതൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ജീവനോടുകൂടിയുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്ത് ആ പദ്ധതി വിജയിപ്പിക്കാൻ നോക്കാതെ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ പൊളിച്ചു കളയാനുള്ള തീരുമാനമായി നടക്കുന്ന ആ പ്രത്യേക തരം ജീവികളായ ആ പ്രതിപക്ഷത്തെയാണ് ആന്തോളൻ ജീവി എന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. തുക്കടെ ഗ്യാങ് എന്ന് പറഞ്ഞു. അതാരെയാ പറഞ്ഞത്? ഈ JNUവിൽ, അതായത് JNUവിൽ പഠിക്കാൻ പോയൻ ഇവിടെ തലകുത്തി മറിഞ്ഞ് എന്ത് സംഭവം ഉണ്ടാവുമ്പോൾ അതിനാണ് അദ്ദേഹം തുക്കടെ ഗ്യാങ് എന്ന്. ആ JNUവിൽ പോയ എന്താ അവസ്ഥ? അവിടെ പോയി പഠിക്കാൻ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും 40-50 വയസ്സായാലും അവിടെ സ്റ്റുഡൻ്റായി കഴിഞ്ഞുകൂടുന്ന എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ, ഒരു റൂം JNU ഹോസ്റ്റലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പഠനം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് 10-30-20 കൊല്ലത്തോളം അവിടെ താമസിക്കുമ്പോൾ ഡൽഹിയിലെ പ്രധാന ആ സെൻറ്ററിൽ ഒരു റൂം കയ്യിൽ പെടുകയാണ്. ഈ റൂമിൽ അവൻ്റെ 10-200 ആയിരക്കണക്കിന് പല ആൾക്കാർക്കും അവിടെ വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഈ റൂം അതിനുപയോഗിക്കുന്നു. രാജ്യദ്രോഹമായ പരിപാടികൾക്ക് മാത്രമായിട്ട് ആ റൂം പ്രവർത്തിക്കുന്നു. പല മയക്കുമരുന്നും അടിച്ച് അവിടെ ഇരുന്ന് ഈ ഭരണത്തിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഇതുതന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ, അത് ആരായാലും ഏത് പാർട്ടിയായാലും ജനാധിപത്യ രീതിയിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ 5 കൊല്ലം ആ ഭരണകക്ഷിയുമായിട്ട് എല്ലാവരും സഹകരിച്ച് കൊണ്ടുവരുന്ന പദ്ധതികൾ പരസ്പരം ചർച്ച ചെയ്ത് അത് നാട്ടിൽ നടപ്പാക്കാനുള്ള സഹകരണമല്ല ചെയ്യേണ്ടത്. അങ്ങനൊരു സംഭവമേ ഇവിടെ ഇല്ല. ഇവിടെ എന്താ നടക്കുന്നത്? ഭരിക്കുന്നവനെ അന്ന് തന്നെ വലിച്ചിറക്കാനുള്ള കലാപവുമായിട്ട് ഇറങ്ങുക. ഇതാണോ വേണ്ടത്? ഇനി കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ കണ്ടതാണ്. അതായത് വിദേശ പണം കൊണ്ടുവന്ന് ജോർജ് സോറോസിൻ്റെ രഹസ്യ ഏജൻറ്റുകൾ വന്ന് പണം കൊണ്ടുവന്ന് ഇവിടെ നല്ല രീതിയിൽ ഭരിക്കുന്ന ഭരണത്തെ പൊളിക്കാൻ വേറൊരു വഴിയില്ല. ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ മനസ്സിലാക്കി നുണ പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കണ്ടേ? അപ്പോൾ വേറെ രീതിയിൽ പൈസ കൊണ്ടുവന്നിറക്കിയിട്ട് ഭരണത്തിൽ നിന്ന് ഓടിക്കാൻ നോക്കി, അതും പൊളിഞ്ഞു. ഇനി അതിനെക്കാട്ടും വലിയ വേറെ വല്ല ഗൂഢാലോചനകൾ ഈ ദിമാഗി നക്സലുകൾ ഇനിയും ചെയ്യുമെന്നത് ഇവിടുത്തെ ഭരണകക്ഷിയായ ഇന്നത്തെ സർക്കാരിന് നന്നായിട്ടറിയാം. അല്ലാതെ ദേശം നന്നാവണമെന്നോ
രാജ്യം നന്നാവണമെന്നോ രാജ്യം വലുതായ ലോകശക്തികൾക്ക് മുന്നിൽ വരണമെന്നോ ഒരു ചിന്ത. ഒന്നാമത്തെ കാര്യം വിദേശ വനിതയാണ് ഇവിടെ വന്നിട്ട്. ഈ വിദേശ വനിതയ്ക്ക് തന്നെ വേറൊരു പാരമ്പര്യം പറയുന്നുണ്ട്. അതിൻ്റെ ശരിയായ സത്യാവസ്ഥ ഭരണകക്ഷിയുടെ ആവശ്യവുമല്ല, പക്ഷെ അവർ ചെയ്യേണ്ടതായിരുന്നു. അതായത് ഈ വിദേശ വനിതയുടെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഈ ഭർത്താവിന് വേറെ ആരോ ആയിട്ട് പ്രേമമുണ്ടായിരുന്നു, ആന്ധ്രയിലെ ഏതോ ഒരു ലേഡിയായിട്ട്. അത് മനസ്സിലാക്കി ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. ആ സന്ദർഭത്തിൽ എന്തോ ഒരു ഇതിൻ്റെ മുകളിൽ ഇലക്ഷൻ വന്നപ്പോൾ ആരോ പറഞ്ഞു ഈ ഭർത്താവിനോട്, നിങ്ങളിപ്പോൾ ഡൈവേഴ്സ് ചെയ്താൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തൽക്കാലം ക്ഷമിച്ചു. പക്ഷേ ആ ഇലക്ഷൻ പ്രചരണത്തിൽ അദ്ദേഹത്തിന് ബോംബ് കെട്ടി മരിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതൊന്നും അന്വേഷണ വിധേയമാക്കിയിട്ട് ഇവിടെ അന്വേഷിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഈ ആഗസ്റ്റ് 15 കണ്ടില്ലേ, അവരുടെ പാർട്ടിയുടെ ആസ്ഥാനത്ത് ഭാരതത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേമാതര ഗീതം ചൊല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി അതിനെ മോശമാക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും തടി തപ്പാൻ ഇപ്പോൾ പല കള്ളക്കഥകൾ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ദിമാഗി നെക്സലുകളാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും ഇതിനെതിരെയായി ശക്തമായ ഓരോ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലുണ്ടായ ഈ വിദ്യാർത്ഥി സമരവുമായിട്ട്, ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു? ഒരു അഖിലേന്ത്യാ പരീക്ഷയിൽ ചോദ്യപേപ്പർ പുറത്തായി. ആ ചോദ്യപേപ്പർ പുറത്തായി എന്നറിഞ്ഞപ്പോൾ വേറെ പരീക്ഷ നടത്തി. അത് പറഞ്ഞ് വീണ്ടും പരീക്ഷ നടത്തുന്നു. കുട്ടികളുടെ മനസ്സിനെ മാത്രം പുറത്ത് കാണിച്ച് അവരുടെ ബുദ്ധി ഭയങ്കര, അത് ഒരു വലിയ സംഭവമാക്കിക്കൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കി. സത്യത്തിൽ ഇവിടെ പരീക്ഷ പേപ്പർ ഇപ്പോൾ പുറത്തായതാണോ? അതും ഈ പരീക്ഷ പേപ്പർ എവിടെ പുറത്തായത്? ഈ പറയുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ്. അപ്പോൾ ഇവിടെ പരീക്ഷാ പേപ്പർ തയ്യാറാക്കുന്ന സമിതിയിൽ കടന്നുകൂടും ബുദ്ധിജീവി നടിച്ച്, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടായിരിക്കാം, അതിൽ കയറിക്കൂടും. പല ഇത്തരത്തിലുള്ള അതിപ്രധാനമായ കമ്മിറ്റികളിൽ അവർ കയറിക്കൂടിയിട്ടാണ് ഉള്ളിൽ കൂടി പണിയെടുക്കുന്നത്. ഇവിടെ ക്ഷേത്ര കമ്മിറ്റികളിൽ കയറിക്കൂടും. അവർക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, അതുവരെ അമ്പലത്തിൽ തന്നെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദിമാഗിൻ്റെ ബുദ്ധി കാരണം ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ പറയും. ഇപ്പോൾ കണ്ടില്ലേ ശബരിമലയിലെ കഥ, ഗുരുവായൂരിലെ കഥ, പല ക്ഷേത്രങ്ങളിലെയും കഥ. ഇത്തരത്തിലുള്ള ദിമാഗി നെക്സലുകൾ ആ കമ്മിറ്റിയിൽ കയറിക്കൂടും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ക്ഷേത്രം നന്നാക്കുകയാണോ? ചിലപ്പോൾ ഒരു മോടിയൊക്കെ പിടിപ്പിക്കും. ബേസിക്കലി ആ ക്ഷേത്രം കുറേ കാലങ്ങളായി അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആ ക്ഷേത്രം നശിച്ചിരിക്കുകയായിരിക്കും. അല്ലാതെ വെറുതെ പെയിൻ്റ് അടിച്ച് ഒരു കൊടിമരം നാട്ടിയാലൊന്നും ക്ഷേത്രം വലിയ സംഭവമാവില്ല. ക്ഷേത്രം വലുതാവണമെങ്കിൽ അതിന് വലിയ ഡെവലപ്മെൻറ്റ് വേണം. നമ്മുടെ ശബരിമല എന്നെ എടുത്താൽ പോരെ, ഇത്ര കോടിക്കണക്കിന് രൂപയാണ് അവിടെ വരുന്നത്. എന്തെങ്കിലും അവിടെ ചെല്ലുന്ന ഭക്തർക്ക് അവിടെ അനുഭവിക്കാൻ കിട്ടുന്നുണ്ടോ? എന്തിനു പറയുന്നു, തൊഴാൻ ചെല്ലുമ്പോൾ ശരിയായ ഒന്ന് നമ്മുടെ ദിനചര്യകൾ ചെയ്യാനുള്ള ശരിയായ ഒരു സ്ഥലം ഇപ്പോഴും ശബരിമലയിലില്ല എന്നുള്ളതാണ് സത്യം. പോകുന്ന വഴിയിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മുടെ തിരുപ്പതിയിലോ മറ്റോ ധർമ്മസ്ഥലയിലോ ഒക്കെ നിൽക്കുമ്പോൾ വരെ സമാധാനപരമായിട്ട് നിൽക്കുന്ന മാതിരി ഇവിടെ നിൽക്കാൻ പറ്റുമോ? അത്രയും എന്താ പറയില്ലേ, ഭയാനകവും ബുദ്ധിമുട്ടും നിറഞ്ഞ ആ ഒരു സമ്പ്രദായം ഇപ്പോഴും ഈ ഭരണകർത്താക്കൾക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അവിടെ കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. അവിടെ കക്കുന്ന കൊള്ള ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. ഓരോയും മാറി മാറി ഭരിക്കുന്ന രണ്ട് കക്ഷിയിലെയും നേതാക്കളുടെ പേര് പുറത്തു വരുന്നു. എന്നിട്ടും നാണമില്ലാതെ ഭരണത്തിൽ കയറി അതിനു മുന്നേ ഭരിച്ചവരെ കുറ്റം പറയും. ഇവർ മാറി ഇവരെ കുറ്റം പറയും. ഇവർ മാറി മാറി അവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോകും. വീണ്ടും ഇപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ ജയിക്കുന്ന സമയത്ത് അതിനു മുന്നേ വരെ കുറ്റം പറഞ്ഞ് കൊള്ള ചെയ്തതിനെക്കുറിച്ച് പാരഡി ഗാനം ഇറക്കിയിട്ട് എന്നിട്ടൊക്കെയാണ് വോട്ട് പിടിച്ച് ജയിച്ചത്. 2 മാസം കഴിയുമ്പോഴേക്കും അവിടെ അയ്യപ്പ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന നെയ്യിൻ്റെ കച്ചവടത്തിലെ കൊള്ളയാണ് പുറത്തു വരുന്നത്.
അങ്ങനെ ഇവർ രണ്ടു പേരും ഒന്നും ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഈ നാടിനെ നശിപ്പിച്ചത് കേരളത്തിൻ്റെ അവസ്ഥയാണ്. ഇന്ത്യയുടെ അവസ്ഥ ഇനി പറയണ്ട. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി. ഈ നമ്മുടെ വന്ദേമാതര ഗീതം ഇത് RSSോ സംഘപരിവാരോ BJPയോ കൊണ്ടുവന്നതല്ല. ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവർ തന്നെ 19 കൊല്ലം ഇവിടെ എല്ലാ ജാതിയിലെ ആൾക്കാരും ഒന്നിച്ചിരുന്ന് പാടിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി അവർ തന്നെ അതിലെ ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു. അവർ തന്നെ വേണ്ടാന്ന് പറയുന്നു. അവർ തന്നെ ഇപ്പോൾ ആഗസ്റ്റ് 15 അവരുടെ ആസ്ഥാനത്ത് അത് പാടുമ്പോൾ അതിനെ മോശമാക്കാൻ അവരുടെ നേതാവ് ശ്രമിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തിനോട് ഇവർക്ക് എന്ത് കൂറാണുള്ളത്, ഇവർക്ക് എന്ത് സ്നേഹമാണുള്ളത്? ആ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, ആ കൂറുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയെ മുറിച്ചു മാറ്റുമായിരുന്നോ? ഇവിടെ എന്ത് മതത്തിൻ്റെ പേര് പറഞ്ഞാൽ അത് ഒതുക്കി നാട് ഒന്നിച്ചു കൊണ്ടുപോവുകയല്ലേ ചെയ്യുക. ഇപ്പോഴും രാജ്യത്തെ മുറിച്ചു കളയണം എന്ന ചിന്താഗതിയുമായിട്ടാണ് ഇവർ പലരും പല മനഭാവമുള്ളവർ ഒന്നിച്ചു നടക്കുന്നത്. അല്ലാതെ പാരമ്പര്യമായി മക്കളുടെ മക്കളായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ദിമാഗി നക്സലുകൾ നമ്മളുടെ നാട്ടിൽ എന്ന് നിൽക്കുന്നു അന്നേ നമ്മുടെ നാടിൻ്റെ ശരിയായ വളർച്ച അതിൻ്റെ ഉയരത്തിലേക്ക് കുതിച്ചുയരുകയുള്ളൂ. എന്നാൽ പോലും ഇത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയിലും ഈ ദിമാഗി നക്സലുകൾ ഇവിടെ അവിടെ എവിടെയും കൂട്ടം കൂടി നിൽക്കുമ്പോഴും ലോകരാജ്യങ്ങളുടെ മുന്നിൽ നെഞ്ചു നിവർത്തി നിൽക്കാനുള്ള സാഹചര്യം ഇന്ത്യക്ക് നമ്മുടെ ഈ 12 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുത്തു എന്നത് അഭിമാനമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. എന്ത് പ്രതിരോധം ഉണ്ടായാലും ഈ ദിമാഗി നക്സലുകളെയൊക്കെ ഒതുക്കി മാവോയിസ്റ്റുകളെ ഒതുക്കാമെങ്കിൽ അതിലും വലിയ ദിമാഗി നക്സലുകളൊന്നുമില്ല. അതൊക്കെ ഒതുക്കി തന്നെ ശരിയായ ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടാകും എന്ന് ലോകശക്തികൾ മുഴുവൻ ആരാധിക്കുന്ന, അവർ കണ്ട് കൊതിക്കുന്ന ഇന്ത്യ ഇവിടെ ലോകശക്തികളെ മുന്നിൽ നെഞ്ചുയർത്തി നിൽക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട.